പോയി. എന്താ എയർപോർട്ട്? അയ്യോ അതൊന്നും കാര്യമില്ല. നമ്മളവിടെ ജീവിച്ചിരിക്കുന്ന ആളെ ജീവിച്ചിരിക്കുള്ളൂ. ഹാപ്പി ഹാപ്പി. ഹാപ്പി എന്നൊക്കെ അത്ര ഹാപ്പി തോന്നാത്ത പോലെ. സോ ഗൈസ്, വെൽക്കം ബാക്ക്. നാളെ, അതായത് August 18 ഭാഗ്യന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഒരു സാധനം ഞാൻ സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയൊരു സാധനമാണ്. ഇപ്പൊ ഭാഗ്യ മേലെ അവളുടെ ഫ്രണ്ട്സ് കോളേജ് മേറ്റ്സുമായിട്ട് ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് അത് സെറ്റ് ആക്കിയാണ്. എന്നാലേ ഞാൻ കാണിച്ചു തരാം. ഇത് ഒന്നാമത്തെ സാധനം. ഈ ഒരു സാധനത്തില് ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സർപ്രൈസ് കേക്ക് ഉണ്ട്. അപ്പം ഇത് ചിലപ്പോൾ ഞാൻ 12 മണിക്ക് മുറിക്കും, അല്ലെങ്കിൽ വേറൊരു സർപ്രൈസ് സാധനം മേടിച്ചിട്ടുള്ളതായിരിക്കും. ഇവിടെ ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സാധനം കാണാം. ഒരു വീഡിയോ അതായിരിക്കും. ഭാഗ്യ അകത്തിരുന്ന് കോളിലാണ്. ഇതുവരെ വലിയ സംശയമൊന്നുമില്ല. ബർത്ത്ഡേ ആണെന്ന് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന കാര്യം കേട്ടിട്ടുള്ളതായിട്ട് അവള് കണ്ടു. പക്ഷെ ഞാൻ വലിയ മൈൻഡ് പോകുന്നില്ല. എന്തായാലും നമുക്ക് ഒന്നും അറിയാത്ത പോലെ അവിടെ പോയി നേരിട്ട് നമ്മുടെ എഡിറ്റിംഗ് വർക്ക് കാര്യായിട്ട് ഉണ്ടാക്കുകയാണല്ലോ. അവള് പഴയ കോളേജ് മേറ്റ്സ് ആയിട്ട് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത്. ചെറിയൊരു പനി ഉണ്ടാവും. കാപ്പി അമ്മ ഉണ്ടാക്കിച്ചിട്ടുണ്ട്, കൊണ്ട് കൊടുക്കണം. ഇപ്പോഴേ പ്രാങ്കൊക്കെ ചെയ്താൽ അവൾക്ക് മനസ്സിലാവും എന്തോന്നുണ്ട്. അപ്പൊ അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ വേണം കൊടുക്കാൻ. ഓക്കെ, അമ്മയെ അച്ഛനായിരുന്നു മറന്ന് സെറ്റാക്കി. അങ്ങനെ കറക്റ്റ് 12 മണിയാവുന്നവരെ ഞാൻ ഉണർന്നിരുന്നു. ഭാഗ്യ കുറച്ച് ഉറങ്ങിപ്പോയി. പിന്നെ കേക്കൊക്കെ സെറ്റാക്കി അവളെ വിളിച്ചു കൊണ്ടുവന്നു. വീഴൂലേ? ഞാനല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടിക്കോ മുട്ടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ഭാഗ്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ എല്ലാരും പല്ലേക്ക് ഇതെപ്പോഴാ കൊണ്ടുവച്ചേ? നിങ്ങൾ എന്ത് ഹാപ്പി 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 എന്നൊക്കെ അത്ര ഹാപ്പി തോന്നാത്ത പോലെ. എന്ത് ഹാപ്പി ഗൈസ്? വയസ്സ് കുറഞ്ഞു വരില്ലല്ലോ. ഈ 26 വയസ്സ് എന്ന് പറയുമ്പം 26 വയസ്സായി ഇന്നത്തേക്ക്. അയ്യോടാ, ബാക്കി എല്ലാവർക്കും വയസ്സ് കുറയാണല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ 24, 23, 25 ആ ഒരു ഇതിലിരിക്കാനാണ് താല്പര്യം. അതിന് നീ മറ്റേ അടുത്ത ഫിഫ വേൾഡ് കപ്പിലൊക്കെ 29, 30 ആണ് ചിന്തിക്കാൻ വയ്യ എനിക്ക്. അയ്യോ, അതൊന്നും കാര്യമില്ല. നമ്മളവിടെ ജീവിച്ചിരിക്കുന്ന ആളെ ജീവിച്ചിരിക്കുള്ളൂ. ഇല്ല, നമ്മളവിടെ ജീവിച്ചിരിക്കുന്ന ആളെ ജീവിച്ചിരിക്കുള്ളൂ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ഉറപ്പല്ലേ? എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഓക്കെ അല്ലേ? നീ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. അതെന്താ തുറന്നു നോക്കിട്ട് വീണു. 12:21 തുറക്കൂ. വായോണ്ടൊക്കെ കടിച്ചു പറഞ്ഞു. വേഗം
കുലിക്ക് നോക്കുന്നു. എങ്ങനെ തുറക്ക? അങ്ങനെയില്ല. ആ അങ്ങനെയല്ല തുറക്കണ്ട. എങ്ങനെയാ നോക്ക്. അയ്യോ. ആ ഇതെന്താ? ഫസ്റ്റ് ഓരോന്നോരോന്ന് എടുക്ക്. അതെടുക്ക്. പുറത്തെടുക്ക്. എന്താ? പുറത്തെടുക്ക്. എന്നിട്ട് അത് ആ ബട്ടൺ ഞെക്ക്. ഏത് ബട്ടണാ? ഏത് ബട്ടണാ എനിക്ക് വലിയ ഓർമ്മയില്ല. ഇതാണ് ഞാൻ കാറിന് കീച്ചേൻ വാങ്ങിന്ന് പറഞ്ഞത്. ആ ഞങ്ങള് രണ്ടുപേരും. ഇത് പോളറൈഡ്സ് അല്ലേ? ഇതല്ലേ കീ ചെയിൻ? ഇതല്ലേ വലിയ എന്തോ വരാണ്ടെന്ന് പറഞ്ഞത് നീ? വലിയൊന്നുമില്ല. കീച്ചേന് നമ്മള് രണ്ടുപേരെ ഫോട്ടോ വെച്ചിട്ട് ഇതിനി കൊണ്ട് കളയരുത്, പൊട്ടിക്കരുത്. കാട്ട്. കാറിന്റെ പഴയ പിക്കല ഒരു ഇങ്ങോട്ട് കാണിക്ക്. നമ്മള് രണ്ടുപേര് കാറിലെ ഫസ്റ്റ് ഡ്രൈവും ഫസ്റ്റ് ഡ്രൈവിന് രണ്ടുപേരും കൂടെ ഉള്ളത്. ആ സോങ് ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്പോട്ടിഫൈന്റെ സാധനം. ഇതിന്റെ പേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ ആഡ് ചെയ്ത്. നെക്സ്റ്റ് മാറാനോ? ഇത് പാട്ട് പാടുന്ന സാധനം. അതില് ബാറ്ററി ഇടാണ്ട് തോന്നുന്നുണ്ട്. ആ ഇത് എടുത്താ മതിയാവും. ഓക്കെ. ഇതെന്താ? പ്ലേ ആവും തോന്നുന്നു. എനിക്ക് ഇതാദ്യം പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇതില് പാട്ട് പ്ലേ. ബാറ്ററിയാ? ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഇങ്ങനെ അമർത്തുക. എന്നിട്ട് ദേ ഈ പാട്ട്. ആണ് മെയിൻ. You and me. You charge me up. Time price when I'm with you. I am nuts about you. I'm in a serious relationship. You complete me. I totally love you. You are one in a melon. I will always. I love you. You are my butter half. You have a pizza on my heart. എന്തൊരു ക്യൂട്ടാ. അതൊക്കെ ഭയങ്കര ഇഷ്ടായി. ഇത് ഭയങ്കര ഇഷ്ടായി. പിന്നെ ഇഷ്ടായത് കീ ചെയിൻ. പിന്നെ ലാസ്റ്റ് പോളറൈഡ്. ഏറ്റവും ലാസ്റ്റ് ആ കാസറ്റ്. അത് അത്ര രസമായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗായ്സ്. അയ്യോ ഐ ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അയ്യോ സങ്കടം പോയോ? ഏജ് കൂടാന്നുള്ള ഗിഫ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ. ഹാപ്പി ആയാ? ഹാപ്പി. ഇതിന്റെ വർക്കിംഗ് ഇത് ജസ്റ്റ് സ്പോട്ടിഫൈ എടുത്ത് സ്കാൻ ചെയ്താൽ മതി കേട്ടാ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പാട്ട് ആ പ്ലേലിസ്റ്റ് പ്ലേ ആവും. യെസ്. അപ്പോൾ ബൈ. സത്യം പറഞ്ഞാൽ ശരിക്കുള്ള സർപ്രൈസ് ഇതായിരുന്നു. അത് അന്നത്തെ ദിവസം ഡെലിവറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിറ്റേ ദിവസമാണ് എനിക്ക് ഡെലിവറി തന്നത്. പിന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ അത് അവരെന്നെ പൊളിച്ചിരുന്നതിൽ നല്ല ഞാൻ പൊളിച്ചിട്ട് സെറ്റാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ അത് അൺബോക്സ് ചെയ്ത് അവരെ മുമ്പ് നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. പോയി. എന്താ എയർപോർട്ട് എയർപോർട്ട് ഇത് തരാ വിട്ടുപോയതാ? അല്ല, അതെന്നാ വന്നത് ഓഫീസിലേക്ക്. അയ്യോ
എയർപോഡ് എയർപോർട്ടാ എന്താ ഹെഡ്സെറ്റ് ആപ്പിളിന്റെ ശരി ആപ്പിളിന്റെ. അങ്ങനെ വയേർഡ് ആപ്പിളിന്റെ എയർപോർട്ടും കൊടുത്തു ഗിഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അമ്മേന്റെ വക ഈ ഒരു പായസം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കുടിച്ച് സെറ്റായി നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.